ആരെങ്കിലും പുറത്തു നിന്ന് കാർഡ് ഉപയോഗിച്ചാലേ ഇത് തുറക്കാൻ പറ്റൂ. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു അഴകേ ഈ അനുരാഗം. നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഞാൻ നിന്നെ പിടിച്ചു വലിച്ച് എന്റെ നെഞ്ചത്തിട്ടൊന്നും അല്ലല്ലോ, നീ ആയിട്ട് വന്ന് വീണല്ലേ. പ്രിയ, നീ എന്താ വൈകുന്നേ? എടാ, ഞാൻ നേരത്തെ എത്തി. സ്റ്റോർ റൂമിലെ കണക്കെടുക്കാൻ കയറിയതാ. ഇതിനകത്ത് കുടുങ്ങിപ്പോയി. കുടുങ്ങിപ്പോയോ? ആ ഡോർ ലോക്കായി പോയി. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. എടാ, ഞാൻ മാത്രമല്ല, വേറൊരാളും കൂടി ഉണ്ട്. ആര്? എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചവള്. അവളെങ്ങനെ അതിനകത്ത് കയറി? എനിക്കെങ്ങനെ അറിയാം? ഇതിനകത്ത് ഞാൻ ഒളി ക്യാമറ വെക്കുന്നുണ്ടോ നോക്കാൻ വന്നായിരിക്കും. സൂക്ഷിക്കണേ. നീയും അവള് മാത്രമല്ലേ അതിനകത്തുള്ളൂ. അവള് വേറെന്തെങ്കിലും കഥകൾ പറഞ്ഞുണ്ടാക്കും. അതിനും അവള് മടിക്കില്ല. അതാ എന്റെയും പേടി. എടാ, നീ ഒന്ന് പെട്ടെന്ന് വാ. ഞാൻ വന്നു. നാളെ മുതൽ ആ പാർവതി ഈ ഗാർമെന്റ്സിൽ ഉണ്ടാവരുതെന്നാണ് മുക്തയുടെ ഓർഡർ. നമ്മളായിട്ട് അവളെ പറഞ്ഞയച്ച PKR സാറിനോടും കൈലാസിനോടും നമ്മൾ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ അവൾക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാർവതി ഇവിടെ നിന്നും ഓടിപ്പോയി. അത് ഞാൻ മുക്തയ്ക്ക് നൽകിയ വാക്കാ. ആ പാർവതി അങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. ആണുങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കഷ്ടപ്പെട്ട ജോലികൾ സാർ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ? ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ അവളെല്ലാം ചെയ്തില്ലേ? എല്ലാ കഷ്ടപ്പാടും സഹിച്ച് ഇവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ അവളെ തീരുമാനം. എന്ത് ചെയ്താലും കുലുങ്ങാത്ത അവളെ എങ്ങനെ തോപ്പിക്കാനാ സാർ? എന്തു വന്നാലും കുലുങ്ങില്ല എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ എന്തു ചെയ്യും? എന്തു ചെയ്തും അവളെ ഞാൻ കുലുക്കും. അതാണ് എന്റെ തീരുമാനം. വലിയ കൊമ്പന്മാരെയൊക്കെ ഈ കരുണാരൻ മൂക്കേറിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു പീക്കിരി പെണ്ണ് അവള് നിലവിളിച്ചു കൊണ്ട് ഓടുന്നത് നിനക്ക് കാണണോ? ഞാൻ കാണിച്ചുതരാം. അതിനു മുമ്പ് എന്റെ കരണത്തടിച്ചേന് അവളെന്റെ കാലിൽ വീണ് മാപ്പ് പറയുകയും ചെയ്യും. അതും ഞാൻ നിനക്ക് കാണിച്ചു തരാം. പാർവതിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കാനുള്ള തീരുമാനത്തിലാ കരിനാഗം. പ്രിയനോട് അവള് ചെയ്തതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷേ കുടുംബം നോക്കാൻ വേണ്ടിയാ വീടും വീട്ടുകാരെയൊക്കെ വിട്ട് അവൾ ഇവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്. ആ ഒരു സഹതാപം എനിക്ക് അവളോടുണ്ട്. ഈ വിവരം എത്രയും പെട്ടെന്ന് അവളെ അറിയിക്കണം. മോഹൻ വന്നാലേ തുറക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ സമയത്ത് അയാൾക്ക് ഒരുപാട് ജോലിയുണ്ട്. എല്ലാ സെക്ഷനിലും സൂപ്പർവൈസ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും എല്ലാം ഓക്കെ ആണെന്ന് നോക്കി അയാൾ തിരിച്ചു വരുമ്പോ മിനിമം ഒരു അരമണിക്കൂർ കഴിയും. അത്രയും സമയം ഞാനും നീ മാത്രമാ ഇതിനകത്ത്. ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. നീ എന്നെ എന്തൊക്കെയാടി വിളിച്ചത്? വായി നോക്കി, വഷളൻ, തെമ്മാടി. ഞാനിപ്പോ ശരിക്കും തെമ്മാടിയാവാൻ പോവാ. എന്നൊന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്.
എന്താ 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 പാർവതി? ഏ? ഒന്നുമില്ല. ഇങ്ങനെ കിടന്ന് നിലവിളിക്കല്ലേ. ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. ഞാൻ നിന്നോട് എന്തോ തെമ്മാടിത്തരം കാണിച്ചെന്ന് നീ കള്ളം പറയുകയും ചെയ്യും. നിന്റെ ഈ നോട്ടം കാണുമ്പോഴേ എനിക്ക് നീ എന്നെ എപ്പോഴും ഇങ്ങനെയാ നോക്കുന്നത്, ഭൂലോക തെമ്മാടിയെ നോക്കുന്ന പോലെ. എന്റെ സ്വഭാവം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും, പക്ഷെ നീ അതിന് ശ്രമിക്കുന്നില്ല. കാരണം എന്താ? എന്നെക്കുറിച്ചൊരു ചിത്രം നിന്റെ മനസ്സിൽ എങ്ങനെയോ പതിഞ്ഞിട്ടുണ്ട്.